ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5th ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള ഫുഡ് ആൻഡ് ഹ്യൂമൻസ്, ഭക്ഷണവും മനുഷ്യനും എന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡയറി എൻട്രിയിലാണ്. നമുക്ക് നോക്കാം അതിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ടുഡേ ദെയർ വാസ് എ ഫുഡ് ഫെസ്റ്റ് ഇൻ അവർ സ്കൂൾ. ഇന്ന് നമ്മുടെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റാണ്. സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ, അതായത് വേൾഡ് ഫുഡ് ഡേ. അപ്പം വേൾഡ് ഫുഡ് ഡേ എന്നാണ് ആഘോഷിക്കുന്നത് ഒക്ടോബർ 16 ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൾ ഓഫ് അസ് ബോട്ട് ഡിഫറെൻറ്റ് ഡിഷസ് ആസ് അവർ ടീച്ചേഴ്സ് ഹാഡ് ഇൻസ്ട്രക്റ്റഡ്. നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പല പല ഡിഷസുകൾ എല്ലാവരും കൊണ്ടുവന്നു. ഐ വിസിറ്റഡ് എവരി സ്റ്റാൾ. എല്ലാ സ്റ്റാളിലും ഞാൻ വിസിറ്റ് ചെയ്ത് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ. എവരി സ്റ്റാൾ വിത്ത് മൈ. ഇനി വാട്ട് എ വെറൈറ്റി ഓഫ് ഡിഷസ്. എന്തെല്ലാം വെറൈറ്റി ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ഡിഷസ് മെയ്ഡ് ഫ്രം തപ്പിയോക്ക, ചീനി, ജാക്ക് ഫ്രൂട്ട്, ചക്ക, മില്ലറ്റ്സ്, ട്യൂബസ്, കിഴങ്ങ് വർഗം, ആൻഡ് ഫ്രൂട്ട്സ് വെയർഡ് ഹിയർ. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ്, പിക്കിൾസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. സീയിങ് ഓൾ ദോസ് മൈ മൗത്ത് വാട്ടേഡ്. ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ വായിൽ നിന്നും വെള്ളം വന്നു. ദെൻ യുവർ ക്ലാസ് ടീച്ചർ ആൾസോ ജോയിൻഡ് അസ്. പിന്നീട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ടീച്ചർ ബോട്ട് ആ സ്വീറ്റ്സ് ആൻഡ് പായസം. ടീച്ചർ ഞങ്ങൾക്ക് പായസവും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചു തന്നു. ഹൗ ടേസ്റ്റി ഇറ്റ് വാസ്. എന്തോ ടേസ്റ്റായി. ദീസ് ഫ്ലേവേഴ്സ് സ്റ്റിൽ സ്റ്റേ ഓൺ മൈ ടങ്സ്. ഇപ്പോഴും അതിൻ്റെ രുചി എൻ്റെ നാവിൽ തന്നെ നിൽക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഡയറി എൻട്രി അവസാനിക്കുന്നത്. നമുക്ക് ഹാവ് യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് സ്റ്റുഡൻറ്റ് നെയിം സിബി. സിബി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡയറി എൻട്രിയാണിത്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് എഴുതാമല്ലോ അത്. ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റംസ് ഡു യു ഹാവ് ഹാഡ്. ഇതിന് പുറമെ നിങ്ങൾ വേറെ എന്തെല്ലാം ഫുഡുകൾ കഴിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എ ലിസ്റ്റ്. അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ദ ഫുഡ് വി ഈറ്റ് ഹാസ് എ വെരി ലോങ് ഹിസ്റ്ററി. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, ഇതിന് വളരെ പഴയൊരു ചരിത്രമുണ്ട്. ഡോണ്ട് യു വിഷ് ടു നോ ദാറ്റ് ഹിസ്റ്ററി. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇതിൻ്റെ ചരിത്രം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഒബ്റ്റെയിനിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണ സമ്പാദനം. യു നോ ദാറ്റ് ഫുഡ് ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ സർവൈവൽ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ സർവൈവൽ, നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് അല്ലേ? ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്. കാരണം ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങളും എന്ത് ആവശ്യമുണ്ട്? അവർക്ക് ഫുഡ് ആവശ്യമുണ്ട്. ദെയർ ഫുഡ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് മെയിൻലി ലീവ്സ്. അപ്പം ഏർലി ടൈം, നേരത്തെയുള്ള പഴയ കാലത്ത് അവരുടെ ഫുഡെന്ന് പറയുന്നത് എന്തായിരുന്നു? ലീവ്സ്, ഇലകളായിരുന്നു. ഫ്രൂട്ട്സ്, പഴങ്ങളായിരുന്നു. ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ആൻഡ് ഗ്രെയിൻസ്, ധാന്യങ്ങൾ. ബിസൈഡ്സ് സം ക്രീച്ചേഴ്സ് കിൽഡ് അതർ ക്രീച്ചേഴ്സ്. ഇത് കൂടാതെ ചില ജീവികൾ മറ്റുള്ള ജീവികളെ കൊന്നിട്ട് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്, അവരുടെ ഫുഡാക്കിയിരുന്നു. ഇൻ ദി ബിഗിനിങ് ഹ്യൂമൻസ് വെർ ആൾസോ ലൈക്ക് ദാറ്റ്. ആദ്യകാലത്ത് മനുഷ്യരും ഇതുപോലെ തന്നെയായിരുന്നു. ലുക്ക് അറ്റ് എ പിക്ചർ ഗിവൺ. 4 പിക്ചറുകൾ തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് അതെന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് നോക്കുക. അതിനകത്ത് ഒന്നെന്താണ്? ഹണ്ടിങ് ആണ്, നായാട്ടാണ്. രണ്ടാമത്തെ എന്തുവാണ്? അതിനെ ശേഖരിച്ചു കൊണ്ട് പോവുകയാണ്. മൂന്നാമത്തെ എന്തുവാണ്? മൂന്നാമത്തെ ഫിഷിംഗ് ആണല്ലേ. നാലാമത്തെ എന്താണ്? നാലാമത്തേന്ന് പറഞ്ഞാൽ ഫോർജറിങ്. ഫോർജറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സെർച്ച് ചെയ്യുന്നു. ഷെൽഫിഷും അതുപോലെ തന്നെ സ്മാൾ ക്രിയേച്ചറും ഇൻസെക്റ്റിനെയും നട്ട്സിനെയും മഷ്റൂമിനെയൊക്കെ അവർ ഫുഡാക്കുന്നു. നെക്സ്റ്റ് നോക്ക്. ദ പിക്ചർ ഗിവൺ എബോ ഇൻഡിക്കേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ പറയുന്നതിന് പല പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ശേഖരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷണം നേടിയെടുക്കുന്നതാണ്.
വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അബൌട്ട് ഒബ്റ്റെയിനിങ് ഫുഡ് ഓഫ് എയർലി ഹ്യൂമൻസ്? ഈ പിക്ചറിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആ ഭക്ഷണം നേടാൻ വേണ്ടിയിട്ട് അവർ എന്തെല്ലാം മെത്തേഡുകൾ സ്വീകരിക്കുന്നു? ഒന്നാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്? ഹണ്ടിങ് ആണ്, നായാട്ട്. രണ്ടാമത്തെ പിക്ചറിൽ ആ ഹണ്ട് ചെയ്തത് എന്ത് ചെയ്യുന്നു? ഗാദേഡ് ഫുഡാണ്, ശേഖരിക്കുന്നു. മൂന്നാമത്തതിനകത്ത് എന്തോ കാണിക്കുന്നത്? ഫിഷിംഗ് ആണ് അല്ലേ, മീൻപിടുത്തമാണ്. നാലാമത്തെ പിക്ചറിൽ എന്താണ്? ഫോർജറിങ് ആണ്. അത് ചെറിയ ചെറിയ ഇൻസെക്റ്റിനെയും അതുപോലെ ഷെൽഫിഷിനെയും ഒക്കെ അവർ കൊന്ന് ഭക്ഷണമാക്കാനുള്ള ആ ഒരു കുളത്തിൻ്റെ അടുത്തിരിക്കുകയാണ്. പിന്നെ അവരെന്തോ മഷ്റൂം, നട്ട്സ് ഇതൊക്കെ അവർ ശേഖരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ഹണ്ടിങ് അതിനെപ്പറ്റി ഞാൻ ഇങ്ങോട്ടൊന്ന് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നോക്ക്. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്? ഹണ്ടർ ഗാദർ എന്നാണ് നമ്മൾ ആദ്യകാല മനുഷ്യരെ അറിയപ്പെടുന്നത്, നായാട്ടും ശേഖരണവും. അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണ് അവർ ശേഖരിച്ചിരുന്നത്? നായാടി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, വേരുകളും കിഴങ്ങുവർഗ്ഗങ്ങളും. ലീവ്സ് ആൻഡ് ഹെർബ്സ്, സീഡ്സ് ആൻഡ് നട്ട്സ്, മഷ്റൂം ആൻഡ് ഇൻസെക്ട്സ്, പിന്നെ മീറ്റ് ആൻഡ് ഫിഷ്. ഇനിയും ഒരുപാടുണ്ട്. സെൽഫിഷിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫുഡ് ഐറ്റംസ് ആയിരുന്നു. സ്മോൾ ക്രിയേച്ചേഴ്സ്. നെക്സ്റ്റ് ഫയർ ആൻഡ് ഫുഡ്. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് കുക്ക് ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് അതർ മീൻസ്? അവർ കുക്ക് ചെയ്തായിരുന്നോ കഴിച്ചിരുന്നത്? അല്ല, കാരണം അവർക്ക് തീ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അല്ലേ. പിന്നീടാണ് അവർ എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്. ഇൻ ഏർലി ടൈംസ്, നേരത്തെ ദേ ഏറ്റ് ഫുഡ് പച്ചക്കായിരുന്നു കഴിച്ചിരുന്നത്. ആസ് ദേ ഡിഡ് നോട്ട് നോ ദ യൂസ് ഓഫ് ഫയർ, അവർക്ക് ഫയർ ഉണ്ടാക്കാനോ അതിനെ പറ്റിയുള്ള ഉപയോഗമോ അറിയില്ലായിരുന്നു. ബട്ട് വെൻ ദേ ലേൺഡ് ടു യൂസ് ദ ഫയർ, അവർ ഫയർ ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ ഇൻ എ കൺട്രോൾഡ് മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. ചെറിയ രീതിയിൽ അവർ കുക്ക് ചെയ്യാനും ഈറ്റ് ചെയ്യാനും പഠിച്ചു. അപ്പം മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നതും ഈ ഫയർ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെയാണ്, ഫയറിൻ്റെ കണ്ടുപിടുത്തം. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫയർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുക്കിങ്ങിന് വേണ്ടി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേണിൽ. The first cooked food they ate was probably the meat of dead animals. അവർ ആദ്യം തന്നെ കുക്ക് ചെയ്ത് കഴിച്ചത് വാസ് പ്രോബബ്ലി ദ മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ്, മീറ്റ് ഇറച്ചി. അപ്പോൾ ഡെഡ് ചത്ത മൃഗങ്ങളുടെ ഇറച്ചിയായിരുന്നു ഇൻ വൈൽഡ് ലൈഫ്. ആഫ്റ്റർ ലേണിംഗ്, അത് പഠിച്ചതിന് ശേഷം, ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾഡ് ഫയർ, എങ്ങനെ തീ ഉണ്ടാക്കാം അതുപോലെ തന്നെ തീയെ കൺട്രോൾ ചെയ്യാം എന്ന് പഠിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. മീറ്റും ഇറച്ചിയും അതുപോലെ തന്നെ ഫിഷും കുക്ക് ചെയ്യാൻ തുടങ്ങി. ഗ്രാജുവലി, ക്രമേണ. ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അവർ ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻ ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. അങ്ങനെയാണ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തത്. എങ്ങനെയാണ്? അവരുടെ കൾച്ചർ കുക്കിങ്ങിലൂടെയും ഈറ്റിങ്ങിലൂടെയും. ഇത്രയും മനസ്സിലായല്ലോ. നോക്കൂ, ഒരു ബോക്സിൽ ഫയർ പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ, തീയുടെ ഉൽപ്പാദനവും നിയന്ത്രണവും. അതാണ് ഹ്യൂമൻസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫയർ വാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഡ്രൈ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് റബ്ബ്ഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അവരെങ്ങനെയാണ് പഠിച്ചത്? അവർ ഫയർ ഉണ്ടാക്കാൻ പഠിച്ചത് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യൻ കണ്ടു. Thus they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. എന്ന് പറഞ്ഞാൽ എന്താ? ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കി. നെക്സ്റ്റ് നോക്ക്. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗാതേർഡ് ഒൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ.
അവർ നൊമാഡിക് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയാണ് നൊമാഡിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ ഹണ്ട് ചെയ്തു, നായാടിയത് ആൻഡ് ഗാതേഡ് ശേഖരിച്ചത് ഒൺലി ദ ഫുഡ് ദേ നീഡ് ഫോർ എ ഡേ, ആ ഒരു ദിവസത്തേക്കുള്ള ഫുഡ് മാത്രമായിരുന്നു അവർ ശേഖരിച്ചത്. പിന്നീട് ദേ വെയർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ്, മറ്റുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ അവർ നിർബന്ധിതരായി. ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാനുണ്ട്. വാട്ട് വെയർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേ ടു ഒബ്റ്റെയിൻ ഫുഡ്. അപ്പോൾ പറഞ്ഞല്ലോ വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ അവർ നിർബന്ധിതരായെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസാണ് ഇങ്ങനെ മറ്റുള്ള മാർഗങ്ങൾ? അപ്പം അവരാദ്യം നായാട്ടി അവരന്നുള്ളത് കഴിക്കുമായിരുന്നു. പിന്നീട് അവർ ആഹാരത്തിന് വേണ്ടി മറ്റുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. അതിൻ്റെയൊക്കെ സിറ്റുവേഷൻ എന്താണ്? അവർ മറ്റുള്ള ആഹാരങ്ങൾ തിരഞ്ഞു പോകാനുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്താണെന്ന്. സ്കേർസിറ്റി ഓഫ് ഫുഡിൻ്റെ ലഭ്യതക്കുറവ്. എന്തുകൊണ്ടൊക്കെയായിരിക്കും ഫുഡിൻ്റെ ലഭ്യതക്കുറവ് വരുന്നത്? ഓവർ ഹണ്ടിങ് അല്ലേ? അതായത് ആദിമ മനുഷ്യർ ഒരുപാട് വേട്ടയാടിയിരുന്നു. പിന്നീട് എന്താണ്? റൈസ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ആകുമ്പോഴോ അവരൊന്നും വെച്ച് പിടിപ്പിക്കുന്നതുമില്ല, ഉള്ളതെല്ലാം ഹണ്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പോപ്പുലേഷനും കൂടെ കൂടുമ്പോഴത്തേക്ക് ഫുഡിന് ലഭ്യതക്കുറവ് വരും. പിന്നെ അപ്പോഴും വേറെ സോഴ്സ് തേടി പോവേണ്ടി വരും. ഇനി എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ സീസണൽ ചേഞ്ചസ്, അങ്ങനെയുള്ള ചേഞ്ചസുകൾ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ റിസോഴ്സസിനെയും അതുപോലെ തന്നെ ഈ സീസണൽ ചേഞ്ചസുകളെല്ലാം റിസോഴ്സസിനെയും അതുപോലെ തന്നെ ഫുഡ് അവൈലബിലിറ്റിയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ഏതായിരുന്നു? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ ആ പ്രകൃതിയെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഫ്ലഡും ഡ്രോട്ടും ഒക്കെ വരുമ്പോൾ അത് ഫുഡ് അവൈലബിലിറ്റിയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അടുത്തത് മൈഗ്രേഷൻ എന്ന് വെച്ചാൽ കുടിയേറിപ്പാർപ്പ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ന്യൂ ഏരിയസ് ആണ് അവിടെ. അപ്പോൾ ന്യൂ ഒരു എൻവയോൺമെൻ്റ് ആയിട്ടാണ് അവർ അഡാപ്റ്റ് ആവുന്നത്. അപ്പോൾ പുതിയ ഫുഡുകൾ തേടി പോകേണ്ട അവസ്ഥ വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇത് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും ഇതുപോലത്തെ ഇതേ സെയിം ക്വസ്റ്റ്യൻസുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഫുഡ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് അനിമൽസ് എന്ന് വെച്ചാൽ മൃഗങ്ങളെ വളർത്താൻ ആരംഭിച്ചു. ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്, പ്ലാന്റ്സുകളും വളർത്താൻ ആരംഭിച്ചു. കാരണം പ്രകൃതിയിലെ റിസോഴ്സസ് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് പിന്നീട് നമ്മൾ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ പിന്നീടുള്ള തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ. ഉള്ളത് മൊത്തം അവർ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഫുഡ് സ്കേർസിറ്റി വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? പുതിയ പ്ലാന്റ്സുകൾ വെച്ച് പിടിപ്പിക്കാനും അനിമൽസിനെ വളർത്താനും ആരംഭിച്ചു. ഇനിഷ്യലി ദ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ്, അവരാദ്യം വളർത്തിയത് ഷീപ്പ്. അത് തന്നെ ഗോഡ്സ് ഫോർ ഫുഡ്. ഷീപ്പ് അറിയാമല്ലോ, ചെമ്മരിയാട്, ഗോഡ്സ്, ആടിനെയൊക്കെ ആയിരുന്നു അവരാദ്യം വളർത്തിയിരുന്നത്. നെക്സ്റ്റ് നോക്കുക, ഒരു ബോക്സിൽ ഡോഗ് വാസ് ദ ഫസ്റ്റ് അനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അനിമൽസ് ഏതായിരുന്നു? നായയായിരുന്നു. നെക്സ്റ്റ് എന്തുവാണ്? സിൻസ് ഡോഗ്സ് വാസ് ഈസിലി ടാമബിൾ ദേ വെയർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. അത് എന്തിനാണ്? പെട്ടെന്ന് അത് ഇണങ്ങുമായിരുന്നു. പിന്നെ അതിന് ഉപയോഗിച്ചിരുന്നത് വാച്ചിങ്ങിനും ഹണ്ടിങ്ങിനും വേണ്ടിയിട്ടായിരുന്നു. ഹവോവർ വിത്ത് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, വിപുലമായപ്പോൾ ഹ്യൂമൻ സ്റ്റാർട്ടഡ് ടു ഡൊമസ്റ്റിക്കേറ്റഡ് അതർ അനിമൽസ് ഫോർ ഫുഡ് ആൻഡ് അതർ നീഡ്സ്. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക, ഇണക്കി വളർത്താൻ തുടങ്ങി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വെയർ ദ ചേഞ്ചസ് ബോട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ഫോളോയിങ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അനിമൽസിനെയും പ്ലാന്റ്സും ഒക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചേഞ്ചസ് ആണ് അവരുടെ ലൈഫിൽ വന്നത്? ഹൗ ഡിഡ് ദേ റെയർ പ്ലാന്റ്സ്? അവരെന്തിനാണ് പ്ലാന്റ്സുകൾ നടാൻ തുടങ്ങിയത് അല്ലെ പരിപാലിക്കാൻ തുടങ്ങിയത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലാസ്റ്റിൽ ചർച്ച ചെയ്യാം. നെക്സ്റ്റ്, early humans might have started thinking about agriculture when they noticed seedling
സ്പ്രൗട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചറിനെ പറ്റി തിങ്ക് ചെയ്തത് വെൻ ദേ നോട്ടീസ്ഡ്, അവർ ശ്രദ്ധിച്ചു സീഡ്ലിങ്സ് എന്ന് വെച്ചാൽ സാപ്ലിങ്സ്, തൈകൾ, സ്പ്രൗട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ് വെച്ചാൽ അവർ കളഞ്ഞ ഫുഡ് ഐറ്റംസിൽ നിന്നും അതിനകത്തുനിന്ന് സ്പ്രൗട്ടിങ്സ്, അതായത് തൈകൾ വളർന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് അവർ ആ ഒരു ചാൻസിനെ പറ്റി ചിന്തിച്ചത്. ഇഫ് ദ സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദി റോക്സ് ദേ വുഡ് ഡ്രൈ ഔട്ട്. അപ്പോൾ പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങുമെന്നും അതുപോലെ തന്നെ ഇഫ് പുട്ട് ഇൻ വാട്ടറിലിട്ടാൽ ദേ വുഡ് ഗെറ്റ് റോട്ടൺ, അതിനെന്ത് സംഭവിക്കും, ചീയുമെന്നും അവർ മനസ്സിലാക്കി. ഹവവർ, എന്നിരുന്നാലും ഹ്യൂമൻസ് ലേൺഡ് ദാറ്റ്, മനുഷ്യൻ പഠിച്ചു, സീഡ്സ് ജെർമിനേറ്റഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ, ചൂടുള്ളതും അതുപോലെ തന്നെ ഈർപ്പമുള്ളതുമായ മണ്ണിൽ വിത്തുകൾ മുളച്ച് വരുമെന്ന്, ജെർമിനേറ്റ് ചെയ്തെന്ന് അവർ പഠിച്ചു. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് സ്റ്റാർട്ടഡ്, അങ്ങനെ കൃഷി ആരംഭിച്ചു. ദെൻ ദി എഡിബിൾ പ്ലാന്റ്സ്, പിന്നീട് അവർ എഡിബിൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പ്ലാന്റുകൾ, റൂട്ട്സ് വേരുകൾ, ആൻഡ് സാപ്ലിങ്സ് തൈകൾ വെർ സെലക്ട് ചെയ്തു, പ്ലാന്റഡ് നട്ടു, അങ്ങനെ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുവാനും ആരംഭിച്ചു. നെക്സ്റ്റ്, ഇൻ ദ ഏർലി ഡേയ്സ് വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ആൻഡ് ട്യൂബേഴ്സ് വെയർ കൾട്ടിവേറ്റഡ്. ആദ്യമേ അവർ കൾട്ടിവേറ്റ് ചെയ്തതാണ് വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്. വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോതമ്പ്. ആൻഡ് ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ. വെയർ കൾട്ടിവേറ്റഡ്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വെയർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വെയർ അവൈലബിൾ. അവരാദ്യം കൾട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്തത് റിവർ ബാങ്ക്സുകളിൽ, അതായത് നദീതീരങ്ങളിലായിരുന്നു. അവിടെ വാട്ടറും ധാരാളം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നദീതീരങ്ങളിലുള്ള മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണെന്ന്. അപ്പോൾ ഫെർട്ടൈൽ സോയിലായിരുന്നു. ഫോളോയിങ് ദിസ്, അതിനുശേഷം പീപ്പിൾ ഹൂ വാണ്ടേഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗാൻ ടു സെറ്റിൽ നിയർ. അതുവരെ ജനങ്ങൾ വാണ്ടറിങ് ലൈഫായിരുന്നു. വാണ്ടറിങ് എന്ന് വെച്ചാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ജീവിതമായിരുന്നു. പക്ഷേ കൃഷി വന്നതോടുകൂടി അവരെന്ത് ചെയ്തു, അവർ സെറ്റിലായി. അതാണ് ഫുഡിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന അവർ ബിഗാൻ ടു സെറ്റിൽ നിയർ ദി ഫാംസ്. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവർ സെറ്റിലായി. കാരണം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് സെറ്റിലായില്ലെങ്കിൽ കൃഷി നശിച്ചു പോകും. വാട്ട് അഡ്വാൻറ്റേജസ് മെയിൻലി ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്? എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അവർ അഗ്രികൾച്ചറൽ സൈറ്റ് എന്ന് വെച്ചാൽ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് തന്നെ സെറ്റിലാവുന്നത് കൊണ്ട്? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടെ കൃഷിസ്ഥലം സംരക്ഷിക്കാൻ സാധിക്കും. ദെയർ വാസ് നോ നീഡ് ടു വണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അവർക്ക് ആഹാരത്തിന് വേണ്ടി അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. കാരണം അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് അതിൽ നിന്ന് കിട്ടും. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് ഐറ്റംസിൻ്റെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്, വിശ്രമിക്കാൻ ധാരാളം സമയം കിട്ടി. നെക്സ്റ്റ് ഒരു പോയിൻ്റ് ആഡ് ചെയ്യണം. എമർജൻസി ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്. ഒരു സെറ്റിലാവാൻ തുടങ്ങിയപ്പോൾ കാലക്രമേണ സിറ്റികളും ടൗണുകളും എമർജ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. വാട്ട് വെയർ ദ ചേഞ്ചസ് ബോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ഫോളോയിങ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? നോക്കൂ, സെറ്റിൽമെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. ഫുഡ് സെക്യൂരിറ്റി വന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി, ട്രേഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വന്നു, ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ നിർത്തുവാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.